അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ നേരത്തെ നിർത്തിയ ആ സെക്ഷനിലെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ 3 ടു 7ാമത്തെ ചോദ്യം വരെ 3, 4, 5, 6, 7 ഇത്രയും ചോദ്യങ്ങൾ കൂടെ ആ സെക്ഷനിൽ ബാക്കിയുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 5th ടേം ഓഫ് ദി AP തന്നിട്ടുണ്ട്. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ 5th ടേം തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 38 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5th ടേം തന്നിട്ടുണ്ട് 38 ആണെന്ന് തന്നിട്ടുണ്ട്. അതേമാതിരി എന്ത് തന്നിട്ടുണ്ട്? 9th ടേം തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 66 തന്നിട്ടുണ്ട്. അപ്പോൾ 9th ടേം തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 66 ആണോ? ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് കാണാൻ. വാട്ട് ഈസ് എന്താ ചോദിച്ചിട്ടുള്ളത്? 25th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 25th ടേം ആണോ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 25th ടേം ആണ്. ഈ 25th ടേം കണ്ടുപിടിക്കാൻ അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ ചുരുക്കി ഞാൻ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ജനറൽ ടേം കണ്ടുപിടിക്കാൻ. ജനറൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ xn ഈക്വൽ ടു എന്തായിരുന്നു? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആയിരുന്നു. വേർ a ഈസ് ദ ഫസ്റ്റ് ടേം ആൻഡ് d ഈസ് ദ കോമൺ ഡിഫറൻസ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യം നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇവിടെ 2 പൊസിഷനിലുള്ള ടേംസ് തന്നിട്ടുണ്ട്. ആ ഡി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാണും? ഡിയും കണ്ടുപിടിക്കും, എയും കണ്ടുപിടിക്കും. ഈ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ x25 കണ്ടുപിടിക്കും. x25നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? xn ഇങ്ങനെ എഴുതാമെങ്കിൽ x25 എന്ത് വരും? a പ്ലസ് 24d എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? എയും ഡിയും. അപ്പോൾ എയും ഡിയും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തെഴുതാം? നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയ ഡി ആണ്. അപ്പോൾ ടേം ഡിഫറൻസ് ഇവിടെ എന്ത് വരും? 66 മൈനസ് 38 വരും. പൊസിഷൻ ഡിഫറൻസോ 9 മൈനസ് 5 വരും. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും. 9 മൈനസ് 5 വരും. കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് അറിയില്ല. അപ്പോൾ ഡി എന്ന് ഇടുക. അപ്പോൾ 66 മൈനസ് 38 എന്ന് വെച്ച് കഴിഞ്ഞാൽ 28 വരും. 28 ഈക്വൽ ടു 9 മൈനസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വരും. 4d എന്ന് വരും. അപ്പോൾ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 28/4 അല്ലെങ്കിൽ എന്ത് വരും? 7 വരും. ഇനി നമുക്ക് എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റ നന്നായി. അപ്പോൾ നമുക്ക് എന്ത്? 5th ടേം വന്നിട്ടുണ്ട്. 5th ടേമിന് നമ്മൾ എങ്ങനെ എഴുതും? ശരിക്ക് a പ്ലസ് 4d എന്ന് എഴുതിക്കൂടെ? a പ്ലസ് 4d ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 38 തന്നിട്ടുണ്ട്. ഡി നമുക്കിപ്പോൾ കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്ക് വേണ്ടി സോൾവ് ചെയ്യുക. അപ്പോൾ a പ്ലസ് 4 ഇൻറ്റു 7 ഈക്വൽ ടു 38 എന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ a പ്ലസ് 28 ഈക്വൽ ടു 38 എന്ന് തന്നിട്ടുണ്ട്. a ഈക്വൽ ടു 38 മൈനസ് 28 എന്ന് തന്നിട്ടുണ്ട്. 10 വരും കേട്ടോ. എയും കിട്ടി, ഡിയും കിട്ടി. ആണോ? അപ്പോൾ നമുക്ക് കിട്ടി. എന്തൊക്കെ കിട്ടി? a ഈക്വൽ ടു 10ഉം d ഈക്വൽ ടു 7ഉം. നമുക്ക് 25th ടേം കണ്ടുപിടിച്ചുകൂടെ? x25 എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? a പ്ലസ് 24d ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്തും ഡിയുടെ സ്ഥാനത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 24 ഇൻറ്റു 7 വരും. 10 പ്ലസ് 168 വരും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും? 178 ആയിരിക്കട്ടോ 25th ടേം. വെറുതെ ഞാൻ ആ സീക്വൻസ് ഒന്ന് എഴുതിയേക്കുന്നുണ്ട്. ആ സീക്വൻസ് എങ്ങനെ വരുന്നുള്ളത് ചോദിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് ടേം 10, കോമൺ ഡിഫറൻസ് 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ആഡ് ചെയ്ത് പോവാം. 10, 17, 24 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഐഡിയ ഉണ്ടായിരിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു. ഇവിടെ എന്താ തന്നിട്ടുണ്ട്? ഒരു സീക്വൻസിൻ്റെ 101th ടേം ഈസ് 1 അല്ല അങ്ങനല്ല ചോദിച്ചിട്ടില്ല. ഒരു സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട്. 13, 24, 35 എക്സെട്ര അങ്ങനെ പോകുന്നൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. എന്നാണ് ചോദിച്ചിട്ടുള്ളത്? 101 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണോ? പിന്നെന്ത് ചോദിച്ചിട്ടുണ്ട്? അതായത് ഈ സീക്വൻസ് എവിടെയെങ്കിലും വെച്ച് 101 എന്ന് പറയുന്ന സംഖ്യയിൽ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ 101 ഈ സീക്വൻസിലെ ടേം ആണെന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ആരും ചെക്ക് ചെയ്യണം 1001 ഈ സീക്വൻസിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്കിതിപ്പോൾ ഇങ്ങനെ എഴുതി നോക്കി ചെയ്യൽ മണ്ടത്തരമാണ്. പക്ഷെ നമുക്ക് ജനറൽ ടേം ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് nth ടേമിൻ്റെ ഇക്വേഷൻ അറിയാം. xn ഈക്വൽ ടു എന്തായിരുന്നു? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ നമുക്ക് സീക്വൻസിൻ്റെ ഫസ്റ്റത്തെ ഭാഗം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയും ഡിയും കണ്ടുപിടിച്ചൂടെ? എ എന്ത് വരും? ഫസ്റ്റ് ടേം 13 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്? 24 മൈനസ്
13 എന്താണ് 11 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ജനറൽ ടേം ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ എക്സ് എൻ എന്ന് വെച്ചാൽ എന്ത് വരും? എയുടെ സ്ഥാനത്ത് 13 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്താണ് 11. എന്ത് വരും? 13 പ്ലസ് 11 മൈനസ് 11 വരും, അല്ലെങ്കിൽ 11 പ്ലസ് 2 എന്ന് വരും. ഇതാണ് നമ്മുടെ എക്സ് എൻ, ഇതാണ് നമ്മുടെ ജനറൽ ടേം. ഓക്കെ, ഇതാണ് ജനറൽ ടേം ഓഫ് ഗിവൺ അരിത്തമാറ്റിക് സീക്വൻസ് 11n പ്ലസ് 2. ഇനി എന്താ? അപ്പോൾ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? ഇത് നോക്കാം. ഈ 11n പ്ലസ് 2 കൊണ്ടുള്ള ഉപകാരം എന്താണ്? ഇത് നമുക്ക് ഓരോ ടേമിനെയും കണ്ടുപിടിക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് ടേം ഞാൻ വെറുതെ ഒന്ന് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫസ്റ്റ് ടേം അല്ലേ? അത് നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 11 ഇൻറ്റു 1 പ്ലസ് 2 ആണോ? അപ്പോൾ എന്ത് വരും? 11 പ്ലസ് 2 13. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ x2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും? 11 ഇൻറ്റു 2 പ്ലസ് 2 22 പ്ലസ് 2 24 ഉണ്ടോ? അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഇത് എപ്പോഴേലും 101 ആവോ നോക്കിയാൽ പോരെ ഈക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ചെക്ക് 101 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 11n പ്ലസ് 2 എപ്പോഴെങ്കിലും 101 ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഏതെങ്കിലും എന്നിന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷനാണ്. അപ്പോൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം? ആൻസർ ഷുവറായ ഒരു നാച്ചുറൽ നമ്പർ കിട്ടണം. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, അങ്ങനെ എന്നിനൊരു വാല്യൂ കിട്ടണം. എന്നിന് അങ്ങനത്തെ ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഒരു ഇൻറ്റിജർ വാല്യൂ, പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ 11n ഈക്വൽ ടു എന്ത് വരും? 101 മൈനസ് 2 11n ഈക്വൽ ടു 99 വരും ആണോ? നമുക്ക് n കണ്ടുപിടിച്ച് നോക്കാം. n ഇൻറ്റിജർ ആണോ നോക്കിയാൽ പോരെ? 90 പോസിറ്റീവ് ഇൻറ്റിജർ ആണോ നോക്കിയാൽ പോരെ? 99/11 എന്ത് വരും? 9 വരും ആണോ? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സീക്വൻസിലെ 9ാമത്തെ ടേം ആണ് ആര്? 101 എന്ന് പറയുന്നത് ആണോ? നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? എന്തെഴുതാം? യെസ്, 101 ഈസ് 9th ടേം ഓഫ് ദി സീക്വൻസ് ആണോ? അപ്പം അങ്ങനെ എഴുതി അവസാനിപ്പിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതുപോലെ തന്നെ എന്തുകൂടെ ചെക്ക് ചെയ്യണം? 1001 കൂടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ടു ചെക്ക് 1001 ഈസ് എ ടേം. പൊതുതേമാതിരി നമുക്കൊരു നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള n, അതായത് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള ഒരു n കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ ആയിരിക്കണം. അല്ലാണ്ട് പോയിന്റ് ഉള്ള സംഖ്യയോ നെഗറ്റീവ് നമ്പറോ ഒന്നും കിട്ടാൻ പാടില്ല തന്നെ. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ടേം അല്ല എന്ന് എഴുതണം കേട്ടോ. നമുക്ക് ഇതും കൂടി പറയുമ്പോൾ ക്ലിയർ ആവും. നമ്മൾ എന്ത് ചെയ്യും? ഇതന്നെ 11n പ്ലസ് 2 എപ്പോഴെങ്കിലും 1001 ആവുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 11n പ്ലസ് 2 ഈക്വൽ ടു 1001 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിന് വേണ്ടി സോൾവ് ചെയ്യുക. അപ്പോൾ 11n എന്ന് വെച്ചാൽ എന്ത് വരും? 1001 മൈനസ് 2 11n എന്ന് വെച്ചാൽ എന്ത് വരും? 999. n എന്ന് വെച്ചാൽ എന്ത് വരും? 999/11. അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 90.8181 ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഇത് ഇൻറ്റിജർ വാല്യൂ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ഒന്നും അല്ലല്ലോ. അപ്പോൾ n ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ ആണ്. n ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ ആണോ? അപ്പോൾ therefore എന്തെഴുതാം? ഇതിന്ന് നമുക്ക് എന്ത് പറയാം? 1001 ഈസ് നോട്ട് എ ടേം ഇൻ ദിസ് എ പി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാട്ടോ. ദിസ് എ പി ആണോ? ഈ എ പിയിലെ ഒരു ടേം അല്ല എന്ത്? 101 എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ക്ലിയർ ആണ് കരുതുന്നു. മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? How many 3-digit numbers are there which leave remainder 3 on division by 7? അതായത് എന്ത്? 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 റിമൈൻഡർ തരുന്ന എത്ര 3-digit നമ്പർ? അപ്പോൾ 3 റിമൈൻഡർ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 10നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ത് വരും? റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ശിഷ്ടം എന്ത് വരും എന്നല്ലേ? റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഷ്ടം. 7 3. അപ്പോൾ 10നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 3 കിട്ടുന്നുണ്ട് ആണോ?
അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് 2 ഡിജിറ്റ് നമ്പർ ഒന്നല്ല. അപ്പോൾ 10ൽ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഐഡിയ കിട്ടിയോ? റിമൈൻഡർ എന്താണെന്നുള്ള ഐഡിയ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? ശരിക്ക് 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 ടു എവിടെ അവസാനിപ്പിക്കുന്നത്? ലാസ്റ്റ് നമ്പർ 999. നമുക്ക് ഇതിലെ അങ്ങനത്തെ എത്ര റിമൈൻഡർ 3 ലീവ് ചെയ്യുന്നുണ്ടെന്ന് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെറുതെ ഫസ്റ്റത്തെ എന്തായിട്ടുള്ള ഫസ്റ്റത്തെ നമ്പർ ആയിട്ടുള്ള ഫസ്റ്റത്തെ 3 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള 100 എന്ന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ എന്ന് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്ത് വരും? 1 7s are 7 വരും. 3 0 4 7s are 28 വരും. റിമൈൻഡർ വന്നത് 2 ആണ്. ഇവിടെ വന്ന റിമൈൻഡർ 2 ആണ്. അപ്പോൾ ഒരിക്കലും എന്തല്ല 101 അല്ല, 101 അല്ല സ്റ്റാർട്ടിങ്. അപ്പോൾ നമുക്ക് അടുത്ത സംഖ്യ എടുത്ത് നോക്കാം. അടുത്ത 3 ഡിജിറ്റ് നമ്പർ ഏതാ? 101 അല്ല 100 അല്ല കേട്ടോ. ഫസ്റ്റത്തെ 101 എടുത്ത് നോക്കാം. 101/7 എന്ത് വരും? 1 7s are 7 3 1. എന്ത് വരും? 4 7s are 28. ഇവിടെ കണ്ടോ റിമൈൻഡർ 3 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൾ ആരാണ്? ഈ സീക്വൻസിലെ ഫസ്റ്റ് ആളെന്ന് പറയുന്നത് ശരിക്കും ആരായിരിക്കും? 101 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സീക്വൻസിന്റെ സ്റ്റാർട്ടിങ് കിട്ടി 101. പിന്നെ നമുക്ക് അടുത്ത 3 കൊണ്ട് അല്ലെങ്കിൽ 3 റിമൈൻഡർ വരണമെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ 108 വരും, 115 വരും. ഇനി നമുക്ക് ഇതെവിടെ അവസാനിപ്പിക്കണം അറിയണം. ആണോ? എത്ര ടേം ഉണ്ട് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? ലാസ്റ്റ് ടേം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം എത്ര ടേം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടേം കൂടി നോക്കാം. ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 999 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ റിമൈൻഡർ എത്ര വരുന്നത്? ലാസ്റ്റ് ടേം 999 ആണ്. 999 ഡിവൈഡഡ് ബൈ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഓക്കെ, 1 7s are 7 2 9 4 7s are 28 വീണ്ടും 1 9 വന്നു. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2 7s are 14. റിമൈൻഡർ എന്ത് വരും? 5. അപ്പോൾ 999 റിമൈൻഡർ 5 ആണ്. ആണോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ എഴുതുന്നുണ്ട്. 999 റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ 998 റിമൈൻഡർ എത്രയാവും? 4 ആയിരിക്കും. റിമൈൻഡർ 4 ആയിരിക്കും. 997 അപ്പോൾ എന്ത് വരിക? റിമൈൻഡർ 3. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്ത് വരും? 997 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? 1 7s are 7 2 9 4 7s are 28 1 7 2 7s are 14. റിമൈൻഡർ 3. കറക്റ്റ് അല്ലേ? റിമൈൻഡർ 3 വന്നപ്പോൾ ഇതിത്തെ ഈ സീക്വൻസിത്തെ ലാസ്റ്റ് ടേം ഏതാണ്? റിമൈൻഡർ 3 വരുന്ന ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 997 ആണ്. അപ്പോൾ നമുക്ക് സീക്വൻസിൽ ആവശ്യമുള്ളതൊക്കെ ആയി. ഇനി നമുക്കിതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. എത്ര നമ്പർ ഓഫ് ടേം ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് വെറുതെ ഇതിൻ്റെ ജനറൽ ടേം ഒന്ന് എഴുതി വെക്കാം. ജനറൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ജനറൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് xn ഈക്വൽ ടു ഇവിടെ എയും ഡിയും ഒക്കെ ആരാണ്? a ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 101 ആണ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് പോകുന്നത് എന്താണ്? 7 ആണ്. ആണോ? എന്ത് വരും? 101 പ്ലസ് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 7 ആണ്. ആണോ? അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി? എന്നിന് വേണ്ടി സോൾവ് ചെയ്താൽ പോരെ. എന്നിന് വേണ്ടി സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 999 അല്ല 997 എത്രാമത്തെ ടേം ആണ്? എത്രാമത്തെ n ആണ് നോക്കിയാൽ പോരെ. അപ്പോൾ 101 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 7 എന്ന് പറയുന്നത് 997 ആവുന്നത് എപ്പോഴാണ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് എന്നിന് വേണ്ടി സോൾവ് ചെയ്യുക. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 997 മൈനസ് 101 എന്ന് വരും. ഓക്കെ ആണോ? ഇവിടെ എന്ത് വരും? 6 9 8. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 896 വരും. അല്ലെങ്കിൽ n മൈനസ് 1 ഇത് ഇൻറ്റു 7 ആണല്ലോ, അത് അപ്പുറം പോകുമ്പോൾ എന്താവും? 896/7 ആവും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 896 ഡിവൈഡഡ് ബൈ 7. എന്ത് വരും? n മൈനസ് 1 ഈക്വൽ ടു 128 എന്ന് വരും. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n എന്ന് വെച്ചാൽ എന്ത് വരും? 128 പ്ലസ് 1 ഈക്വൽ ടു 129. അപ്പോൾ എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാവുന്നതായി പറഞ്ഞതിൻ്റെ അർത്ഥം
129 3 digit number ഉണ്ടാവും. Therefore 129 3 digit numbers leaves remainder 3 when divided by എന്തെഴുതാം 7 ആണോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ ലീവ് ചെയ്യുന്ന 129 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. ഇത് ഐഡിയ ഉണ്ടാവും കരുതുന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വൃത്തിക്ക് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് ഒരു വട്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മറക്കൊന്നുമില്ല. ഇങ്ങനെ ഏത് സംഖ്യ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഡിവിഷൻ ബൈ 8 ആവാം, റിമൈൻഡർ മാറ്റിത്തരാം. അപ്പോൾ ഈ കൺസെപ്റ്റ് ഐഡിയ ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയണം, എവിടെ അവസാനിക്കണമെന്ന് അറിയണം. അത് കഴിഞ്ഞ് നമ്മൾ എന്തെഴുതും, ജനറൽ ടേം എഴുതും. എന്നിട്ട് ആ ജനറൽ ടേമിൻ്റെ നമ്മൾ ലാസ്റ്റ് ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ ലാസ്റ്റ് ടേം അപ്പോൾ എത്രാമത്തെ പൊസിഷനിലാണെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്നിന് വേണ്ടി സോൾവ് ചെയ്യും. അപ്പോൾ അത്രയും സംഖ്യകൾ ഉണ്ടെന്നാണ് അർത്ഥം. ഐഡിയ കിട്ടിയോ? എനിവേ ഇത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ക്വയർ ബോക്സ് തന്നിട്ടുണ്ട്. ഇതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, റോ വൈസ് എടുത്താലും കോളം വൈസ് എടുത്താലും ആ ടേംസ് അതിലുള്ള വരുന്ന ബാക്കി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്തായിരിക്കും, അരിത്തമാറ്റിക് സീക്വൻസിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കാണണം, ആ അരിത്തമാറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് 1, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ വെച്ചിട്ട് എന്തെഴുതാം, ഫസ്റ്റ് ടേം എന്താണ് 1. ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നുള്ള സിസ്റ്റമാറ്റിക് വേ ആണ് പറയുന്നത്. ഇല്ലാണ്ട് ശരിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുകയൊക്കെ ചെയ്യും. ഞാൻ ഇനി വേറൊരു ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അതേമാതിരി എന്ത് തന്നിട്ടുണ്ട്, ഫോർത്ത് ടേം, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ഫോർത്ത് ടേം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫോർത്ത് ടേം എത്രയും തന്നിട്ടുണ്ട്, 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ ഇക്വേഷൻ കൊടുത്തൂടെ, ഏത് ഇക്വേഷൻ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഇക്വേഷൻ എന്താണ് കേട്ടോ, ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇത് നമ്മൾ ഡിക്ക് വേണ്ടി സോൾവ് ചെയ്യും. ഡി കിട്ടിയ പോലെ നമുക്ക് ബാക്കിയൊക്കെ പറഞ്ഞൂടെ. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് എന്തെഴുതാം, ടേം ഡിഫറൻസ് ഫസ്റ്റത്തെ എന്തെഴുതാം, ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും, 4 - 1 3. പൊസിഷൻ ഡിഫറൻസും 4 - 1 അല്ലേ. അപ്പോൾ 4 - 1 ഇൻറ്റു ഡി എന്ന് വരും, അല്ലെങ്കിൽ 3 = 3 ഡി എന്ന് വരും. ഡി = 3/3 1 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി, 1 ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1 കൂടെ 1 2 3 ശരിക്കും കാണുമ്പോഴേ ഐഡിയ കിട്ടും കേട്ടോ, 1 2 3 4 ആണെന്നുള്ളത്. ഇത് സിസ്റ്റമാറ്റിക് വേ പറഞ്ഞു മാത്രം. ഓക്കെ, ഇനി ഈ കോളം വൈസ് എന്ത് വരും നോക്കാം. ഈ കോളം വൈസ് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം 1ഉം ഫോർത്ത് ടേം എന്തും തന്നിട്ടുണ്ട്, 7ഉം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേം ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും, 7 - 1. പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും, 4 - 1 ഇൻറ്റു ഡി. ഡി കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 6 = 4 - 1 3D, അല്ലെങ്കിൽ ഡി = എന്ത് വരും, 6/3 2 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് 2 ആഡ് ചെയ്ത് പോയാൽ മതി. ഇനി ആണോ, 2 ആഡ് ചെയ്ത് വരുമ്പോൾ 1 + 2 3, 3 + 2 5, 5 + 2 7. കറക്റ്റ് അല്ലേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ വഴിക്കുള്ള കണ്ടുപിടിക്കാം. ഓക്കെ, ഈ വഴി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം 7 ആണെന്ന് തന്നിട്ടുണ്ട്, ഫോർത്ത് ടേം 28 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്ത് വരും, 28 - 7 വരും. പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും, 4 - 1 വരും. കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കുന്നു. 28 - 7 21 വരും. 4 - 1 എന്ത് വരും, 3 വരും. 3D എന്നാവും. ഡി എന്ത് വരും, 21/3 7 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് 7. അപ്പോൾ 7 ആഡ് ചെയ്ത് പോയാൽ മതി. 14 21 28. കറക്റ്റ് അല്ലേ. ഇനി അതുപോലെ നമുക്ക് ഫൈനലി ഇതും കൂടിയും കണ്ടുപിടിക്കാം. ഇത് വായിക്കുന്നുണ്ട്, ഇത് കിട്ടിയല്ലോ. അപ്പോൾ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഒന്നിൻ്റെ മാത്രം ഐഡിയ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇത് സുഖമായി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഇനി ഈ സീക്വൻസിൽ എന്ത് തന്നിട്ടുണ്ട്, ഈ കോളം വൈസ് ആയിട്ട് നോക്കുന്നത്, ഈ കോളം ലാസ്റ്റ് കോളം
ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്താണ് 4 ആണ്. ഫോർത്ത് ടേം എന്താണ് 28 ആണ്. അപ്പൊ ശരിക്ക് ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 28 മൈനസ് 4 വരും. പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും 4 മൈനസ് 1 വരും ഇൻറ്റു ഡി, അല്ലെങ്കിൽ 24 ഈക്വൽ ടു 3d എന്ന് വരും. ഡി ഈക്വൽ ടു 24/3 8 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് വരും 8. അപ്പോൾ 8 ആഡ് ചെയ്ത് പോയാൽ മതി. 4 പ്ലസ് 8 12 വരും. 12 പ്ലസ് 8 20 വരും. 20 പ്ലസ് 8 28 വന്നു. ക്ലിയർ ആണോ? ഇനി അതേമാതിരി നമ്മൾ എന്ത് ചെയ്യാം, ഈ റോക്കും ഇനി 2 റോ കൂടെ കണ്ടുപിടിച്ചാൽ മതി. ആണോ? നമുക്ക് ചെയ്ത് നോക്കാം. വായിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈ പറയുന്നതൊക്കെ മറന്നിട്ട് ടേബിളൊക്കെ ടെക്സ്റ്റിൽ ഒരിക്കലും മാർക്ക് ചെയ്യരുത്. നമുക്ക് പിന്നെ എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ ആൻസർ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്യാനുള്ളാത്ത വരെ പോകും. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ബുക്കിൽ കോളൊക്കെ വരച്ചിട്ട് ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നതെന്നൊക്കെ ആലോചിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇതിൽ കൃത്യമായിട്ട് ഞാൻ ഐഡിയ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഈ ഒരു റോ വൈസ് ആയിട്ട് നോക്കുന്നത്. സെക്കൻഡ് റോ വൈസ് ഇവിടെ എന്ത് വരും, ഇവിടെ ഫസ്റ്റ് ടേം എന്ത് തന്നിട്ടുണ്ട് 3 തന്നിട്ടുണ്ട്. ആണോ? ഫസ്റ്റ് ടേം 3 തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം 12 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മൈനസ് 3. പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും 4 മൈനസ് 1 ഇൻറ്റു ഡി. 12 മൈനസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9. 4 മൈനസ് 1 3d. ഡി ഈക്വൽ ടു 9/3 3 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ് 3 ആഡ് ചെയ്ത് പോയാൽ പോരെ. അപ്പോൾ 6 9 12. അടുത്തത് നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഈ കോളത്തിൽ എന്ത് വരും, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ 2 എങ്ങനെ 6 ആയി ഉണ്ടാവുക, +4 ആണ്. ആണോ? അപ്പോൾ അടുത്തത് എന്ത് ചെയ്യുക, +4 6 + 10 6 + 4 10 ആണോ? അതേമാതിരി 3 എങ്ങനെ 9 ആയിട്ടുള്ളത് +6 ആണ്. അപ്പോൾ 9 + 6 എന്ത് വരും 15 വരും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഫില്ലായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി കരുതുന്നു. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഈ ഒറ്റ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഓക്കെ ആണോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഇൻ ദ ടേബിൾ സം അരിത്തമാറ്റിക് സീക്വൻസസ് വിത്ത് 2 numbers against each. അപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസും അതിൻ്റെ നേർക്ക് 2 നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ നേർക്കാണ് തന്നിട്ടുള്ളത് ഈ 2 നമ്പർ. അങ്ങനെ ഒരു 1 2 3 4 5 അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ചെക്ക് വെദർ ഈച്ച് ബിലോങ് ടു ദ സീക്വൻസ് ഓർ നോട്ട്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോൾ ഈ സീക്വൻസിൽ 123 എന്ന് പറയുന്നത് ഒരു മെമ്പർ ആണോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ മോഡൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സീക്വൻസ് തന്നിട്ടുണ്ട് 11 22 20 33 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് 123 മെമ്പറാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ജനറൽ ടേം കണ്ടുപിടിക്കും. ജനറൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ a+n-1 ഇൻറ്റു ഡി ആയിരുന്നു. അപ്പോൾ നമ്മൾ എയും ഡിയും കണ്ടുപിടിക്കണം. എ ഈക്വൽ ടു ഫസ്റ്റ് ടേം 11 ആണ്. ആണോ? കോമൺ ഡിഫറൻസ് എന്താണ് 11 തന്നെ അല്ലേ. 11ൽ സ്റ്റാർട്ട് ചെയ്ത് 11 ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്തിനു നോക്കണം, 123 അല്ലെ. നമുക്ക് ജനറൽ ടേം ഒന്ന് എഴുതാം. xn ഈക്വൽ ടു എന്ത് വരും, 11 + 11n മൈനസ് a+n-1. ഓക്കെ, n-1 ഇൻറ്റു 11 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് വരും, 11 + 11n - 11 എന്ന് വരും. അപ്പോൾ 11n, ഇത് ശരിക്കും 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 11 22, അതാണ് 11n എന്ന് വന്നത്, 11n എന്ന് വന്നത്. നമുക്ക് ഈ 11n എപ്പോഴേലും 123 ആവും നോക്കിയാൽ പോരെ. ആ n ഇൻറ്റിജർ, അതായത് നാച്ചുറൽ നമ്പർ ഇൻറ്റിജർ n കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ n എന്ത് വരും 123/11 എന്ന് വരും. ഇത് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്, എന്ത് വരും 123 / 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് വരിക 11.1818 ഇങ്ങനെ പോകുന്നതായിരിക്കും. ഇത് നാച്ചുറൽ നമ്പർ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇതെന്താണ്, ശരിക്കും സീക്വൻസിലെ മെമ്പർ അല്ല. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും, നോ എന്ന് എഴുതാൻ പറ്റും. അതേമാതിരി സിമിലർലി നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യാം. അടുത്തത് ചെക്ക് ചെയ്യുന്ന കേസിൽ എന്ത് വരും, അടുത്തത് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 11n തന്നെ. 11n ഈക്വൽ ടു 132 കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 132 n ഈക്വൽ ടു 132/11. 132/11 എന്ത് വരും, 132/11 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 are 11 2 2 2 11 are 22 0. അപ്പോൾ 12 എന്ന് വരും. ആണോ? ഇത് 12 വരും. അപ്പോൾ ഇത് മെമ്പർ ആണോ അല്ലയോ, ആണ്. 12th മെമ്പർ ആണ്. അപ്പോൾ ഇതെന്താണ്, യെസ് ആണ്. ഓക്കെ, യെസ് മെമ്പർ ആണ്. ക്ലിയർ ആണോ? അങ്ങനെ ഇത് മുഴുവൻ ഓരോ സീക്വൻസും നോക്കുക, ഫില്ല് ചെയ്യണം. നമുക്ക് സ്പീഡായിട്ട് അടുത്ത് നോക്കാം കേട്ടോ. അത് മായ്ക്കുന്നുണ്ട്. വേണ്ടവർ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോളുണ്ടോ.
യൂട്യൂബ് വീഡിയോ ആണല്ലോ, അപ്പോൾ എനിവേ നിങ്ങൾക്ക് ബാക്ക് അടിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളുണ്ടോ, അതിലൊന്നും ഒരു മടിയും വിചാരിക്കണ്ട. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. മാത്സ് എപ്പോഴും കാണാതെ പഠിക്കാനോ ഒന്നിനും നിൽക്കരുത്. എന്താണ് ഈ ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, നിങ്ങൾക്കിപ്പോൾ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, ഒന്ന് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നതെന്നൊക്കെ ആലോചിക്കുക, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത എന്താ വന്നിട്ടുണ്ട്, അടുത്ത സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12, 23, 34 ഇങ്ങനെ 3 സീക്വൻസ് ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് ആരാണ്, 12 ആണ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആരാണ്, 11 ആണ്. ആണോ? അപ്പോൾ നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ 12 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 11 ആണ്. അപ്പോൾ എന്ത് വരും, 12 പ്ലസ് 11n മൈനസ് 11 എന്ന് വരും, അല്ലെങ്കിൽ 11n പ്ലസ് 1 എന്ന് വരും. ഓക്കെ ആണോ? ഇത് നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം, 100ഉം ചെക്ക് ചെയ്യണം, 1000ഉം ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 11n പ്ലസ് 1 എപ്പോഴും 100 ആവുമോ നോക്കിയാൽ പോരെ. അപ്പോൾ 11n പ്ലസ് 1 ഈക്വൽ ടു 100 ആവുന്ന നാച്ചുറൽ n ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ 11n ഈക്വൽ ടു എന്ത് വരും, 100 മൈനസ് 1 ആയിട്ടുള്ള 99 വരും. അപ്പോൾ n ഈക്വൽ ടു എന്ത് വരും, 99/11 9 വരും. അപ്പോൾ എന്താണ്, മെമ്പർ ആണ്, എസ് ആണ്. ഇനി അതുപോലെ എന്ത് ചെക്ക് ചെയ്യണം, അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, 11n പ്ലസ് 1 എപ്പോഴെങ്കിലും 1000 ആവുന്നുണ്ടോ ചെക്ക് ചെയ്താൽ പോരെ. അപ്പോൾ 11n ഈക്വൽ ടു 1000 മൈനസ് 1, 11n ഈക്വൽ ടു 999 ആണോ? അപ്പോൾ നമുക്ക് n വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ 999/11 വരും. അപ്പോൾ എന്ത് വരും, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 90.8181 എന്നൊക്കെ പോകും. എന്ത് വരും, 90.8181. അപ്പോൾ ഇതെന്താണ്, നോട്ട് ആൻ നാച്ചുറൽ നമ്പർ ആണ്. നോട്ട് ആൻ നാച്ചുറൽ നമ്പർ അല്ല. നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന എണ്ണൽ സംഖ്യകൾ. അപ്പോൾ ഇതെന്തല്ല, ശരിക്കും നോയാണ് ഇവിടെ ആൻസർ. അടുത്ത സീക്വൻസ് എടുത്ത് നോക്കാം. അടുത്ത സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 21, 32, 43 എക്സെട്ര. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ആണ്. കോമൺ ഡിഫറൻസ് എന്ത് വരും, 11 തന്നെയാണ് അല്ലേ. നമുക്ക് xn ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എയുടെ സ്ഥാനത്ത് 21 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 11 എന്ന് വരും. അപ്പോൾ 21 പ്ലസ് n ഈക്വൽ ടു 11n മൈനസ് 11 എന്ന് വരും. അപ്പോൾ എന്ത് വരും, 11n മൈനസ് 10 എന്ന് വരും. ഓക്കെ ആണോ, 11n മൈനസ് 10. ഇതിൽ ഡൗട്ട് പാടില്ല, 11n മൈനസ് 10 എന്നാണ് കേട്ടോ. 11n മൈനസ് 10 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇവിടെയും 100ഉം 1000 ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. അപ്പോൾ 11n മൈനസ് 10 എപ്പോഴെങ്കിലും 100 ആവുന്നുണ്ടോ, അല്ലെങ്കിൽ 11n ഈക്വൽ ടു എന്ത് വരും, 110 വരും. n വെച്ച് കഴിഞ്ഞാൽ 110 ഡിവൈഡഡ് ബൈ 11. അത് ചെയ്യുമ്പോൾ എന്ത് വരും, 10 എന്ന് വരും. അപ്പോൾ 100 വീണ്ടും എന്ത് തന്നെയാണ്, ഇവിടെയും എസ് തന്നെയാണ്. ഇനി 1000 കൂടെ നോക്കാം. അപ്പോൾ 1000 ചെക്ക് ചെയ്യുന്ന ടൈമിൽ 11n മൈനസ് 1 ഈക്വൽ ടു 1000 ആവുന്നുണ്ടോ നോക്കിയാൽ മതി. 11n ഈക്വൽ ടു എന്ത് വരും, 10 ആണ്. 11n മൈനസ് 10 ആണ് കേട്ടോ. 11n മൈനസ് 10, അപ്പോൾ 1010 വരും. n ഈക്വൽ ടു 1010/11 വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 91.8181 എന്നാണ്. അപ്പോൾ ഇതെന്തല്ല, നോട്ട് എ നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ അതെന്താണ്, അവിടെ ആൻസർ എന്താണ്, നോ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ലാസ്റ്റത്തെ 2 എണ്ണം കൂടെ. അടുത്ത സീക്വൻസ് 1/4, 1/2,
3/4 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. എയും ഡിയും കിട്ടിയാൽ മതി അല്ലെ. ഫ്രാക്ഷൻ ആണെന്ന് വെച്ചിട്ട് വലിയ പ്രത്യേകത ഒന്നും വേറെയില്ല. എ ഈക്വൽ ടു ഫസ്റ്റ് ടേം 1/4 ആണ്. ഡി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അപ്പൊ രണ്ടാമത്തെ ടേം ഡയറക്റ്റ് മനസ്സിലാവുന്നതാണ് ചെയ്തുകൊണ്ട് 1/2 മൈനസ് 1/4 ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? 4 മൈനസ് 2/8 എന്ന് വരും, അല്ലെങ്കിൽ 2/8 എന്ന് വരും. 1/4 തന്നെയാണ് കോമൺ ഡിഫറൻസും ആണോ? ഫസ്റ്റ് ടേമും എന്താണ്? എ ഈക്വൽ ടു 1/4 ടിയും 1/4 ആയിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ എക്സ് തന്നെ ജനറൽ ടേം കാണാണ്. എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ 1/4 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 1/4 എന്ന് വരും. എന്ത് വരും? 1/4 പ്ലസ് 1/4 n മൈനസ് 1/4. 1/4 1/4 ക്യാൻസൽ ആയി, ബാക്കി ഉണ്ടാവും 1/4 n ആയിരിക്കും എന്ത്? എക്സ് തന്നെ. നമുക്ക് എന്ത് ചെയ്യണം? ഈ എക്സ് തന്നെ എപ്പോഴും 3 ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഫസ്റ്റത്തെ കേസിൽ. അപ്പോൾ 1/4 n ഈക്വൽ ടു 3 എന്ന് വരണമെങ്കിൽ 1/4 അല്ലെങ്കിൽ n ഈക്വൽ ടു 3 ഇൻറ്റു 4 എന്ന് വരും. അപ്പോൾ n എന്താണ്? 12 ആണ്. അപ്പോൾ 12th ടേം എന്താണ്? 12th ടേം 3 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതെന്താണ്? ഇത് ശരിക്ക് ഇവിടെ എസ് ആണ്. ഇനി 4 ആവുണ്ടോ നോക്കിയാൽ പോരെ? 4 ആവുണ്ടോ നോക്കണമെങ്കിൽ സിമിലർലി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/4 n ഈക്വൽ ടു എന്ത്? 4 എപ്പോഴാവുക നോക്കിയത്? n ഈക്വൽ ടു 4 ഇൻറ്റു 4 അല്ലെങ്കിൽ n ഈക്വൽ ടു 16. അപ്പോൾ 16th ടേം എന്താണ്? 4 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരും? എസ് വരും. ഓക്കെ ആണോ? നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത സീക്വൻസ് തന്നിട്ടുള്ള ആരൊക്കെയാണ്? 3/4 1 1 and 1/2 2 and half ഇങ്ങനെ പോകുന്നത്. ഇത് ശരിക്കും എന്താണ്? മുക്കാല് 1 പിന്നെന്ത് വരും? 1.5 2.5 അല്ല 2.25 ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതൊന്നും ഇവിടെ ഒന്നൊന്നുമില്ല. സീക്വൻസ് എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. മുക്കാല് പിന്നെന്താണ്? അതില് പിന്നെ വന്നത് എന്താണ്? 1.5 ആണ്. പിന്നെ 2.25. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമുക്ക് എയും ഡിയും കാണാം. എ ഈക്വൽ ടു 3/4 തന്നെ വരും. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അതിന് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി എഴുതുമ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് 1/2 എന്ന് വരും. അപ്പോൾ 2 പ്ലസ് 1/2 അല്ലെങ്കിൽ 3/2 വരും. അപ്പോൾ ഡി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ശരിക്കും ഇവിടെ ആരാണ്? ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 3/2 എന്ന് എഴുതാം. ശരിക്കും നമുക്ക് ഇത് ചെയ്താൽ പോരെ? ഡി കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3/2 മൈനസ് 3/4 ചെയ്താൽ മതി ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. 12 മൈനസ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6/8 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് വരും? /2 ചെയ്യുമ്പോൾ 3/4 തന്നെ വരും. എയും ഡിയും 3/4 ആണ്. നമുക്ക് കിട്ടി എ ഈക്വൽ ടു 3/4 ഡി ഈക്വൽ ടു 3/4 എന്ന് വരും. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് കാണാം. എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ എന്ത് വരും? 3/4 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3/4. അപ്പോൾ എന്ത് വരും? 3/4 പ്ലസ് 3/4 n മൈനസ് 3/4. പ്ലസ് 3/4 മൈനസ് 3/4 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3/4 n എന്ന് വരും. ഇതാണ് എക്സ് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇത് എപ്പോഴേലും 3 ആവുന്നുണ്ടോ 4 ആവുന്നുണ്ടോ? അല്ല 4 ആവുന്നുണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ 3/4 n ഈക്വൽ ടു 3 ആവുന്നത് ഏത് എന്നിലാണ് നോക്കിയാൽ മതി. അപ്പോൾ n ഈക്വൽ ടു എന്ത് വരും? 3 ഇൻറ്റു 4/3 ആണോ? ഇൻറ്റു 3/4 അപ്പുറം പോകുമ്പോൾ /3/4 ആവും. അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടു മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻറ്റു 4/3 എന്ന് വരും. 3 ഉം ക്യാൻസൽ ആവും. ബാക്കി 4. അപ്പോൾ n ഈക്വൽ ടു 4 ആവുമ്പോൾ അപ്പോൾ ഇതെന്താണ്? 4 ആവുമ്പോൾ അതാണ്. കാരണം നാച്ചുറൽ നമ്പർ കിട്ടിയല്ലോ. അപ്പോൾ എസ് ആണ്. ഇനി ഇതെപ്പോഴാണ് 4 ആവുമെന്ന് നോക്കിയാൽ പോരെ? 4 ആവുന്ന നോക്കാൻ 3/4 n ഈക്വൽ ടു എന്ത് നോക്കിയാൽ മതി? 4 എപ്പോഴാവും നോക്കിയാൽ n ഈക്വൽ ടു 4 ഇൻറ്റു 4/3. അപ്പോൾ എന്ത് വരും? 16/3 എന്ന് വരും ആണോ? ഇതെന്തല്ല? ഡിവിസിബിൾ അല്ലല്ലോ. 16/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 5.33333. അപ്പോൾ നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ അതെന്ത് വരും? നോ എന്ന് വരും. അത് ക്ലിയർ ആണ് കരുതുന്നു. ക്ലിയർ ആയി മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.